URFM 104.2 ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റേഡിയോ നാടക മത്സരം. വിജയികൾക്ക് വിവിധ വിഭാഗങ്ങളിൽ $3500 ക്യാഷ് പ്രൈസുകൾ. UAE Exchange First Bell Season 6. Hospitality partner Pars International Hotel. Catering partner Hotspot Restaurant. Support partner GSF Hypermarket and South Park Restaurant. ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ URFM നൽകിയ 16 നാടകങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ നാടകങ്ങളുടെ ആശയങ്ങളിലും ആവിഷ്കാരത്തിലുമുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഇതിന്റെ സൃഷ്ടികർത്താക്കളിൽ മാത്രമായിരിക്കും. കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. ചിന്നുകുട്ടിയുടെയും അവളെ ഒത്തിരി സ്നേഹിക്കുന്ന അവളുടെ ഏട്ടന്റെയും കഥ. ശ്രദ്ധിച്ചു കേൾക്കണം. കഥയുടെ പേര് തുമ്പപ്പൂ. എല്ലാവരും അക്കാലം ചക്രായുധന്മായഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നോരു പുത്രനെ പ്രസവിച്ചാൽ മാത്സ്യനന്ദന. ഹലോ, ആ കുട്ടിച്ച, ആ വെളുപ്പിനാ 4:15 ഫ്ലൈറ്റ്. ഒരു 12 മണി കഴിയുമ്പോൾ ഇറങ്ങണം. ആ ശരി ശരി ശരി. ഒരു മാസം എത്ര പെട്ടെന്നാ പോയെ. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടി. ഇപ്പോഴത്തെ കമ്പനി മാറിയാലേ എല്ലാം നടക്കും. ഒരു 6 മാസം കൂടി ക്ഷമിക്ക്. ഓ, ഞാൻ അങ്ങോട്ട് ചാടിപ്പിടിച്ച് വന്നാൽ എങ്ങനെയാ? അതൊക്കെ മതി. ആരാ അവിടെ വന്നേ? രാജേഷേട്ടാ, കുട്ടിച്ചായൻ. കുട്ടിച്ചായനോ? ഞാൻ ഫോണിൽ പറഞ്ഞില്ലായിരുന്നു നാളെ വെളുപ്പിനാ ഫ്ലൈറ്റ് എന്ന്. ആയിക്കോട്ടെ, ഇപ്പൊ ടാക്സിക്കൊക്കെ ഓട്ടവും കുറവാ. ഞാൻ പോയിന്ന് കിടന്ന് ഉറങ്ങട്ടെ. വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഞാൻ ഈ പാടം കയറി അങ്ങ് പോയേക്കോ. ഒരു 11-11:30 ആകുമ്പോഴത്തേന് ഞാനിങ്ങ് വരാം. ചായ, കുറച്ച് പായസം, പാത്രങ്ങൾ വരുമ്പോ കൊണ്ടുവന്നാ മതി. കുഞ്ഞിലെ മരിച്ചുപോയ അനിയത്തിയുടെ പേരിൽ എല്ലാ കൊല്ലവും നാട്ടുകാർക്ക് ഒരു പിടി ചോറ്. അതിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. ചിന്നുവിനെ ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. രാജേട്ടാ, ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നില്ല. വരണ്ട, അവിടെ വന്ന് കണ്ണു നിറയാനല്ലേ. ഇത്തവണയും കുറെ സ്ഥലത്ത് പോകണം എന്ന് കരുതിയതാ. എല്ലാം ശരിയാകും. അതേന്ന്, നീ വിഷമിക്കാതിരി. Ladies and gentlemen, the main cabin door has been closed. Please discontinue the use of all cellular phones. Hi uncle, how are you? ഫൈൻ മോളു, ഹൗ യു? ചിന്നു, നീ ഇങ്ങ് വാ. ആരെ കണ്ടാലും ഇടിച്ചു കേറിക്കോണം. സോറി കേട്ടോ. ഹേ, സാരമില്ല. മോളുടെ പേര് ചിന്നു എന്നാണല്ലേ? ചിന്നു പെറ്റ് നെയിമാ. ശാരദ എന്ന ഒഫീഷ്യൽ നെയിം. No, I'm Sharda Gulabu. നീ എന്തിനെ കണ്ട് ചെടിയൊക്കെ എടുക്കുന്ന? ഇങ്ങ് വാ. അയ്യോ, ഈ കുട്ടേട്ടനൊന്നും അറിയില്ല. ഇത് തുമ്പപ്പൂ അല്ലേ? നല്ല വെളുത്ത തുമ്പപ്പൂ. ഒന്ന് വേഗം വന്ന്, ഇപ്പൊ നട അടയ്ക്കും. എന്നാലേ എന്നെ കുട്ടേട്ടൻ എടുത്തു നടന്നോ, അല്ലാതെ ഞാൻ നടക്കൂല. അയ്യോ, ഇങ്ങനൊരു മടിച്ചിപ്പാറു. ഞാൻ മടിച്ചിപ്പാറൊന്നും അല്ല. പിന്നെ ആരാ? കുട്ടേട്ടൻ്റെ മടിച്ചു ചിന്നു. കുട്ടേട്ടനെ പറ്റി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പാടട്ടെ? പാട്ടോ?
നീയോ? എന്നാലും പാട്. തൂവെള്ളത്തുമ്പപ്പൂവിറുക്കണ ചിന്നൂണ്ടി കൂട്ടിനായി പോഴുമീട്ടനുണ്ട്. കുഞ്ഞിക്കാടിടരാതെ മിഴീണ നിറയാതെ നോക്കുവാനിന്നെന്നുമീട്ടനുണ്ട്. എന്നെ നോക്കുവാനിന്നെന്നും മീട്ടനുണ്ട്. കുട്ടാ വാ കളിക്കാൻ പോവാ. നീ പോയി തൊഴുത് പ്രസാദം വാങ്ങ. ഞാൻ ഇപ്പൊ വരാം. എനിക്കറിയാം, പന്ത് കളി കാണാനല്ലേ. വേഗം വരണേ. ഒന്ന് വാട വേഗം. അയ്യോ നേരം വൈകിയല്ലോ, വേഗം വാ. അയ്യോ കുട്ടേട്ടാ, പട്ടി ഓടി വരുന്നു. നീ പേടിക്കാതിരി, ഈ കല്ലുകൊണ്ട് നമുക്ക് അതിനെ ഓടിക്കാം. അയ്യോ കുട്ടേട്ടനെ ഓ അത് പോയി, ഇനി പരിസരത്ത് വരില്ല. നീ വാ. അച്ഛാ അച്ഛാ. എന്താടാ ഇത്ര ഇരുട്ടുന്നവരെ എവിടെയായിരുന്നു? വഴിയിൽ വെച്ച് ചിന്നുവിനെ ഒരു പട്ടി. നോക്കട്ടെ. ഓ ഇത് നാം കൊണ്ടതേ ഉള്ളൂ. ഞാൻ ഒരു പച്ചമരുന്ന് അരിച്ചിട്ട്. നമുക്ക് ആശുപത്രി പോവാച്ചാ. ഇനി 1.5 മൈൽ നടന്ന് അവിടെ വരെ പോകാനോ? ഡോക്ടർമാരൊക്കെ പോയി കാണും. ഇത് സാരമില്ലടാ, മക്കളകത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ല്. കുട്ടേട്ടാ, എനിക്ക് തീരെ വയ്യ കുട്ടേട്ടാ. എന്നാ ഞാനും എൻ്റെ സ്കൂളിൽ പോകുന്നില്ല. കുട്ടേട്ടൻ നിന്ന് പരീക്ഷ തുടങ്ങുമല്ലേ, സാരമില്ല പൊക്കോ. കുട്ടേട്ടാ, പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് കുറച്ച് തുമ്പപ്പൂ കൊണ്ടുവരണേ, നല്ല വെളുത്ത തുമ്പപ്പൂ. കുട്ട നീ പരീക്ഷ നന്നായി എഴുതിയോ? നീ 12ാമത്തെ ഉത്തരം എഴുതി? ഞാൻ പരീക്ഷ നന്നായി എഴുതിയില്ലടാ. എന്താടാ എനിക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഓടിന്ന് മാറി നിൽക്കുന്നു കൂട്ടാ, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. അയ്യോ എന്താ എന്താ? ഒന്നുമില്ല മോനെ. കുട്ടേട്ടാ, വെള്ളം വെള്ളം, ഇത്തിരി വെള്ളം താ കുട്ടേട്ടാ, വെള്ളം. അച്ഛാ, എന്തിനാ ചിന്നുവിനെ പൂട്ടിട്ടിരിക്കുന്നത്? തുറന്നു വിട്, തുറന്നു വിട്. അച്ഛാ, കുറച്ച് വെള്ളമെങ്കിലും കൊടുക്ക്. വെള്ളം പാവം, അത് കരയുന്നുണ്ടില്ലേ. കുറച്ച് വെള്ളം കൊടുക്കച്ചാ. മോനെ കിട്ടിച്ചായ മോനെ, അത് വെള്ളം വേണ്ടിയിട്ടല്ല. ഈ അസുഖത്തിന് ഇങ്ങനെയാ മോനെ, കുടിക്കാൻ അതിന് പറ്റുകയല്ല. ഇനി നമുക്ക് ചിന്നുവിനെ തിരികെ കിട്ടുകയല്ല മോനെ. കുട്ടേട്ടാ, കുട്ടേട്ടാ. من أسلامتكم وسلامة المتسلم حولكم نرجو منكم بقاء في مقاعدكم مع إلقاء خدمة المقاعد مربوطة حسب മോളെപ്പോലെ ഒരു ചിന്നിക്കുട്ടി അങ്കിളിനും ഉണ്ടായിരുന്നു. മോളെ കണ്ടപ്പോൾ അങ്കിൾ അതാ ഓർത്തെ. സാറേ ഇങ്ങോട്ടോ, വണ്ടി ഇവിടെ. ആഹാ, നാട്ടിൽ പോയി തടിയൊക്കെ വെച്ചല്ലോ. ആ സാറേ, കുപ്പിക്കത് ഓഫർ കഴിഞ്ഞ ആഴ്ച ശിവാസിനായിരുന്നു. അച്ഛാ, ഇപ്പം ഇറങ്ങി. ഇല്ല 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 ഇല്ല, ഇന്ന് പോകുന്നില്ല. റൂമിലേക്കാ. ലക്ഷ്മിക്കൊന്ന് കൊടുത്തേ.
രാത്രി വിളിക്കാടി. ശരി എന്നാ. ആ ഇറങ്ങി. എടാ റൂമിലൊന്ന് ചെന്നോട്ടെ. മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന ഘട്ടത്തിലും സോഡ എടുത്തേ. സോഡ എടാ ഒഴിച്ചു വെച്ച് നോക്കിയിരിക്കാണ് കുടിക്കടാ. ദൈവത്തോടെ ചുണ്ടാമ്പ് തേച്ചോണ്ടിരിക്കുന്നു. അതിനെ ആരും മിണ്ടരുതേ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. മിണ്ടാടാ, ഇത് മുഴുവിപ്പിക്കട്ടെ. പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ ഒരു ആക്കരുത് കേട്ടോ. ഈ പന്ന പട്ടികൾ ഇവിടെയുണ്ടോ? തല്ലി കൊല്ലണം എല്ലാത്തിനും. നാശങ്ങൾ. നാട്ടിൽ അതിലും വലിയ വിഷയങ്ങളില്ലേ രാജേഷേ? അസഹിഷ്ണുത, ഫാസിസം, വർഗീയത, വിലക്കയറ്റം, ഇന്ധനവില, കൊലപാതകം, പീഡനം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോ കേവലം ഒരു പട്ടിയുടെ പുറകെ പോകുന്നത് ശരിയാണോ? ഒറ്റപ്പെട്ട ആക്രമങ്ങൾ നായ്ക്കൾ കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് അതും ഒരു ജീവിയല്ലേ? മാഷേ, ഞാനൊരു സാധാരണക്കാരനാ. എനിക്ക് നിങ്ങളെപ്പോലെ വലിയ രീതിയിൽ ചിന്തിക്കാനൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ജീവി കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞു പെങ്ങളെ, എൻ്റെ ചിന്നുവിനെ. അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. രാജേഷേ, താൻ എവിടാടോ? 1-2 ആഴ്ച ആയില്ലോ കണ്ടിട്ട്. അന്ന് എൻ്റെ റൂമിൽ നിന്ന് നമ്മൾ കണ്ടു പിരിഞ്ഞതല്ലേ? പിന്നെ ഞാൻ എങ്ങോട്ടും ഇറങ്ങിയില്ല. വേറെ ജോലി നോക്കണം, ഫാമിലിയെ കൊണ്ടുവരണം. എൻ്റെ കമ്പനിയിലെ കാര്യം ഒന്നും പറയണ്ട. ബിസിനസ് മൊത്തം ഡള്ള. പുതിയ വീസകൾ ആരും എടുക്കുന്നില്ല. പഴയത് സർവീസ് ചെയ്ത് ഉപയോഗിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ ആ കിളവന് മനസ്സിലാവുമോ? ഇല്ല. മാഷേ, ഒരു മിനിറ്റ്. നാട്ടിൽ നിന്നാ ഞാനൊന്ന് തിരിച്ചു വിളിക്കട്ടെ. ഞാൻ ഇറങ്ങുവാ. നിന്നെ കാണാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. വീക്കെൻഡിൽ കാണാം. അപ്പോൾ ഓക്കെ. ഹലോ, എന്താ ലക്ഷ്മി? എന്ത് പറ്റി? എന്താ ഈ സമയത്ത്? അതെ, ഞാനൊന്ന് ഡോക്ടറെ കാണാൻ വന്നതാ. അയ്യോ, എന്തു പറ്റി? അച്ഛനെന്തെങ്കിലും? അച്ഛന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാർ അച്ഛനാവാൻ റെഡി ആയിക്കോ. സത്യം? സത്യമാണോ? അത് തന്നെ. ഇപ്പൊ അവിടെ ജോലി ശ്രദ്ധിക്കും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. അങ്ങനെ നമ്മുടെ സുഹൃത്തായ ശ്രീ രാജേഷ് അച്ഛനാകാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് സുഹൃത്തുക്കളെ, കല്യാണം കഴിക്കാതെ അസരി. എങ്ങനെ? അല്ല, അരസികന്മാര് ഒരക്ഷരം പറയരുത്, കേട്ടല്ലോ? സംഭവമൊക്കെ കൊള്ളാം. പെൺകുട്ടി ആവാണ്ടിരുന്നാ മതി. എടാ, നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വർത്തമാനം പറയരുതെന്ന്. അതിനെന്തിനാ ചൂടാവുന്നേ? ഞാൻ ഈ ആനുകാലികമൊക്കെ പറഞ്ഞൊന്നുള്ളൂ. നീ ഒരക്ഷരം മിണ്ടരുത്. ഇറങ്ങി പോടാ. ഒരു നല്ല മൂഡ് കളഞ്ഞു. അളിയ രാജേഷേ, ഞാൻ ഇറങ്ങുക. പിന്നെ കാണാം. മാഷേ, പിണങ്ങാതെ വിട്ടുകളാ. പോട്ടെ നീ. ഇല്ലടോ, ഇന്നിന് ശരിയായില്ല. ബൈ, ഗുഡ് നൈറ്റ്. ഓൺലൈൻ ലൈംഗിക വ്യാപാര കേസിലെ പ്രതി കൊച്ചി കാക്കനാട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയ 5 പേർ. അബുദാബിയിലെ 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മലയാളിക്ക് വധശിക്ഷ. ബസ്സിൽ കയറി സ്ത്രീകളെ അപമാനിച്ചാൽ എന്തു ചെയ്യണം? സംഭവമൊക്കെ കൊള്ളാം. പെൺകുട്ടി ആവാണ്ടിരുന്നാ മതി. ദൈവമേ, ഇനി എനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഹലോ. എന്താ രാജേഷ് ചേട്ടാ, എന്താ രാത്രിയില്? ലക്ഷ്മി, നീ രാവിലെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. ഒരു സ്കാനിങ് കൂടി ചെയ്യണം. ഇവിടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണെന്ന്. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. പൊസിഷനിൽ ഇടയ്ക്ക് വ്യത്യാസം വരാം. നീ ഒന്ന് പോ രാവിലെ. പിന്നെ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോണം. എൻ്റെ ഫ്രണ്ട് അശ്വതി അവിടെ വർക്ക് ചെയ്യുന്നത്.
അവളെ ഒന്ന് കണ്ടാൽ മതി. ഞാനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ആ ഓക്കെ, നാളെ പോവാം. ശരി എന്നാ. എന്താടോ ഒരു വല്ലായിക? ഒന്നുമില്ല മാഷെ. അല്ല, എന്താ പറയണ്ടേ? ഓൾഡ് അതൊക്കെ മതി. തന്റെ പ്രോബ്ലം പറ. അത് ഞാൻ കുട്ടിയേതെന്നറിയാൻ സ്കാനിങ്. ഇന്നലെ അവന്മാര് പറയുന്ന കേട്ടപ്പോഴേ തോന്നിയതാ താൻ ഇത് ചെയ്യുമെന്ന്. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അകത്ത് പോകുന്ന കേസാ. എടോ, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമാ, അറിയോ? പേടിക്കാനൊന്നുമില്ല മാഷേ. എൻ്റെ ഫ്രണ്ടാ. കുറെ നിർബന്ധിച്ചിട്ടാ അവൾ സമ്മതിച്ചത്. പിന്നെ മാഷ് ഇതാരോടും പറയണ്ട, പെൺകുട്ടിയാ. അറിഞ്ഞല്ലോ, സമാധാനമായല്ലോ. എടോ, ഏതായാലും തൻ്റെ കുട്ടി തന്നെ അല്ലേ. ആണായാലും പെണ്ണായാലും അതിനെ താൻ തന്നെ വളർത്തണ്ടേ. ലക്ഷ്മി അറിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനി എന്താ തൻ്റെ തീരുമാനം? ഇത് വേണ്ടാന്ന് വെക്കാനാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട മാഷേ? മാഷും കാണുന്നില്ലേ വാർത്തകൾ? എനിക്ക് പേടിയ മാഷേ ഈ ലോകം. വാട്സപ്പ് തുറന്ന മാഷും കാണുന്നതല്ലേ. ഇങ്ങനെയുള്ള ഈ ലോകത്തേക്ക് വയ്യ മാഷേ. മാഷ് തന്നെ ഈ ഫോണിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് പറ. ഞാനൊന്ന് ചോദിക്കട്ടെ രാജേഷേ, താൻ ഈ വാട്സാപ്പിൽ വരുന്ന വീഡിയോസ് കാണുകയും ഷെയർ ചെയ്യാറുമില്ലേ? ആരെന്നറിയാത്ത പെൺകുട്ടികളുടെ വരെ. അത് പിന്നെ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവരുടെയല്ല മാഷേ. അതിനിപ്പോ എന്താ? എടോ, അതിൽ കൂടുതലും അവരറിയാതെ തന്നെ ഷെയറായി പോകുന്നതാ. മിക്കതും അവരുടെ ഭർത്താക്കന്മാർ തന്നെ ആകും. അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും മൊബൈൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കൊടുക്കുമ്പോഴോ ഒക്കെ ആകും ഇത് പുറത്തിറങ്ങുന്നത്. അല്ലാതെ താൻ കരുതുന്നത് പോലെ എല്ലാവരും അങ്ങനെയല്ല. പിന്നെ ഇതിനിത്രയും പ്രചാരം കിട്ടുന്നത് അതിന് ഞാനും നീയൊക്കെ കാരണക്കാരാ. നമ്മളൊക്കെ ഇതുപോലുള്ളവ ഷെയർ ചെയ്ത് വൈറലാക്കുന്നത് നിർത്തിയാൽ അന്ന് കുറയും ഇതിന്റെ പ്രചാരം. ഞാനിപ്പോ എന്താ ചെയ്യാ മാഷേ? നീയും ലക്ഷ്മിയും കൂടി നന്നായി ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കൂ. എടുക്കുന്ന തീരുമാനം കൊണ്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത്. പിന്നെ ഒന്ന് പറയാം, എല്ലാവരും പെൺകുട്ടികളെ വേണ്ട എന്ന് വെച്ചാൽ വരും തലമുറകൾ എങ്ങനെയുണ്ടാകും? ഏത് സാഹചര്യവും പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി വളർത്തുകയല്ലേ വേണ്ടത്? രാജേട്ടാ, ലക്ഷ്മി, ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ സ്കൈപ്പ് ഓൺ ചെയ്യട്ടെ. പിന്നെ ഇവിടെ നല്ല മഴയാ. വേണ്ട, ഫോണിൽ സംസാരിക്കാം. രാവിലെ നിന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് കുട്ടി ആണോ പെണ്ണോ എന്നറിയാനായിരുന്നു. നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാ. ഈ നശിച്ച ലോകത്ത് ഇവിടെ പിറന്ന നമ്മുടെ മോളും ചീത്തയായിപ്പോ. രാജേട്ടാ, വേണ്ട, നമുക്ക് വേണ്ടടി. നമുക്ക് നമ്മൾ മാത്രം മതി. ആ ലക്ഷ്മി, കരയണ്ട. ഞാൻ നാളെ രാവിലെ വിളിക്കാം. അപ്പോ എന്താ നിന്റെ തീരുമാനം എന്ന് വെച്ചാ നീ പറ. ശരിയെന്നാ, വയ്ക്കട്ടെ. പാവം, അതിനെല്ലാം അനുസരിക്കാനല്ലേ അറിയൂ. കുട്ടേട്ടാ, ഞാനാ ചിന്നുക്കുട്ടി. എന്നെ മറന്നോ കുട്ടേട്ടാ? ഞാനിപ്പോ ഈ മാലാഖമാരുടെ ലോകത്താ. നിറയെ തുമ്പപ്പൂള്ള ലോകം. ഇവിടെ ഞങ്ങൾ കുറേ കുട്ടികൾ മാത്രമേ ഉള്ളൂ. കൂട്ടിനെന്റെ കുട്ടേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ.
കുട്ടേട്ടൻ്റെ മകളായി ഞാൻ വരുന്ന ഇഷ്ടമല്ലേ കുട്ടേട്ടാ? കുട്ടേട്ടൻ്റെ പേടി എന്താണെന്ന് ഈ ചിന്നുകുട്ടിക്ക് നന്നായി അറിയാം. പക്ഷെ എൻ്റെ കുട്ടേട്ടനെ പോലെ സ്നേഹമുള്ള ഏട്ടന്മാർ ഈ ലോകം മുഴുവൻ ഉണ്ടായാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ കുട്ടേട്ടാ. കുഞ്ഞിക്കാടിടരാതെ മിഴീണ നിറയാതെ നോക്കുവാനിന്നു വീട്ടനുണ്ട്. ചിന്നു, ചിന്നു, ഇല്ല 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 മോളെ, ഇല്ല. മോളുടെ മാലാഖമാരുടെ ലോകത്തേക്ക് കുട്ടേട്ടൻ വരില്ല. കുട്ടേട്ടൻ അതിനുള്ള അർഹതയില്ല. അത് നിഷ്കളങ്കയുടെ ലോകമാണ്. ഹലോ ലക്ഷ്മി, എന്റെ അഭിപ്രായം അറിയാൻ വിളിച്ചതായിരിക്കും. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? നീ എന്നോട് ക്ഷമിക്കടി. ഞാനങ്ങനെ ചിന്തിച്ചതേ തെറ്റാ. ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ മോക്ക് ചിന്നു പേരിടാം. നമുക്ക് അവളെ പൊന്നു പോലെ വളർത്തണം. നമ്മുടെ മോക്ക് ഇതിലും നല്ലൊരു പേര് വേറെ കിട്ടുമോ? അതെ ലക്ഷ്മി, ചിന്നുവിന് വേണ്ടി മാത്രം പൂക്കുന്ന നമ്മുടെ തൊടിയിലെ തുമ്പപ്പൂക്കളും കാത്തിരിക്കും. അവളെപ്പോലെ നിഷ്കളങ്കരായ ഈ ലോകത്ത് പിറക്കാൻ പോകുന്ന 1000 പെൺകുട്ടികൾക്ക് വേണ്ടി. ചിന്നൂണ്ടി കൂട്ടിനായി പോഴുമീട്ടനുണ്ട്. കുഞ്ഞിക്കാടിടരാതെ മിഴീണ നിറയാതെ നോക്കുവാനിന്നു മീട്ടനുണ്ട്. എന്നെ നോക്കുവാനിന്നു മീട്ടനുണ്ട്. തുമ്പപ്പൂ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രാജേഷ്, ശ്രീജിത്ത് ഫറൂഖ്, ബാലു, കൃഷ്ണകുമാർ ജി, കുട്ടിച്ചായൻ, ജേക്കബ് ക്രിയേറ്റീവ് ബീസ്, ഗോപാലൻ, സുജിത് പണിക്കർ, ടാക്സി ഡ്രൈവർ റോമിയോ, കുട്ടൻ എൻറിക് ജോജി, ലക്ഷ്മി അശ്വിനി രാഗേഷ്, ചിന്നു മീനാക്ഷി പ്രമോദ് നമ്പ്യാർ, ശാരദ ആനറ്റ് മരിയ. ഇവരെ കൂടാതെ രാജ് പ്രകാശ്, രാകേഷ് മേനോൻ, ഷംന, ആരുഷ് അനൂപ്. ശബ്ദമിശ്രണവും പശ്ചാത്തല സംഗീതവും കപിൽ രഞ്ജി തമ്പാൻ. നാടകരചന അനിൽ സോപാനം. സംവിധാനം നിഹാസ് ആൻഡ് ഷംന. URFM 104.2 ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റേഡിയോ നാടക മത്സരം. വിജയികൾക്ക് വിവിധ വിഭാഗങ്ങളിൽ $3500 ക്യാഷ് പ്രൈസുകൾ. UAE Exchange First Bell Season 6. Hospitality partner Pars International Hotel. Support partner GSF Hypermarket and South Park Restaurant.